എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ +1 ഫിസിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ SLC എക്സാം കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഫിസിക്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ച ആ ഒരു ഫിസിക്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിലുള്ളൂ. അതിൻ്റെ കണ്ടിന്യൂഷനും അതുപോലെ തന്നെ അതിനേക്കാൾ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ച ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. അതൊന്ന് റീകളക്ട് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അപ്പം ഈ ചാപ്റ്ററിലെ ടോപ്പിക്കാണ് ദാറ്റ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മനസ്സിലാവുന്നില്ലേ? ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത്, മാസ്, ടൈം, വോളിയം, വെലോസിറ്റി ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് ഇപ്പം ഈ ഒരു പേനയാണെന്നുണ്ടെങ്കിൽ ഈ പേനയുടെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും അല്ലേ? അല്ലെങ്കിൽ മാസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്ലിയർ ആയല്ലോ? ദെൻ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ലെങ്ത്, മാസ്, ടൈം എന്നൊക്കെ പറഞ്ഞു. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെയാണ് ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് വൺ ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ക്വാണ്ടിറ്റീസിനെ അതിലും ബേസിക് ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നല്ലോ? അതിലും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്, അതുപോലെ തന്നെ മാസ്, അതുപോലെ തന്നെ ടൈം, ഇതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. ലെങ്ത്, മാസ്, ടൈം. കാരണം ഇതിനെ നമുക്ക് ഈ ലെങ്തിനെ അല്ലെങ്കിൽ മാസിനെ ടൈമിനൊന്നും നമുക്ക് അതിനേക്കാളും സിമ്പിളായിട്ടുള്ള ഫോമിലേക്ക് മാറ്റാൻ കഴിയില്ല. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ക്ലിയർ ആയല്ലോ? ദെൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മനസ്സിലാവുന്നല്ലോ? അപ്പം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്, മാസ്, ടൈം ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മനസ്സിലായല്ലോ? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി, അതുപോലെ തന്നെ ആക്സിലറേഷൻ അല്ലേ? വെലോസിറ്റി, ആക്സിലറേഷൻ, ഡെൻസിറ്റി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡിറൈവ്ഡ് കുറേ അങ്ങനത്തെ ടേംസുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി എന്ന് വെച്ചാൽ ടൈം ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ലെങ്ത് അല്ലേ? അപ്പോൾ ഇവിടെ ലെങ്തും ഉണ്ട് അതുപോലെ തന്നെ ടൈമും ഉണ്ട്. അപ്പം ഈ ഫണ്ടമെൻ്റൽ ലെങ്ത്, ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയതായിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റുക, ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മനസ്സിലായല്ലോ? അപ്പോൾ എക്സാമ്പിൾ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡെൻസിറ്റി ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾസ്റ്റ് ആയിട്ടുള്ള, അതായത് അതിനെ പിന്നെ സിമ്പിളാക്കാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ലെങ്ത്, മാസ്, ടൈം, അതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ. ദെൻ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കും, ഡിറൈവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഏരിയ, വെലോസിറ്റി, ആക്സിലറേഷൻ, ഡെൻസിറ്റി ഇതൊക്കെ എക്സെട്ര ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദെൻ ഇനി നമുക്ക് നോക്കാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്.
എന്താണ് ഈ മെഷർമെൻറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ ആവശ്യകത എന്താണ്? നമുക്കറിയാം ഒരു ഫിനോമിനെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടണമല്ലേ? ആ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെഷർ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്, ശരിയല്ല? അപ്പം ഏതൊരു എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ എന്ത് റിസർച്ചോ അങ്ങനെ എന്ത് നടത്തണമെങ്കിൽ എന്ത് ആവശ്യമായിട്ടുണ്ട്? മെഷർമെൻറ്റ് ആവശ്യമായിട്ടുണ്ടല്ലേ? അപ്പോൾ ആ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്താണോ ഏത് ഫിനോമിനാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിസിക്സിനെ സംബന്ധിച്ചോളം മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, മനസ്സിലായല്ലോ? അപ്പം മെഷർമെൻറ്റ് ഈസ് എ ബേസിസ് ഓഫ് ഓൾ എക്സ്പെരിമെൻറ്റ് ആൻഡ് റിസർച്ച്. എല്ലാ എക്സ്പെരിമെൻറ്റിൻ്റെയും റിസർച്ചിൻ്റെയൊക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യം എന്താണ്? മെഷർമെൻ്റ് ആണ്. ദെൻ ഈ വെറുതെ ഒരു മെഷർമെൻറ്റ് മാത്രം നമ്മൾ എടുത്താൽ മതിയാവുമോ? സപ്പോസ് നമ്മൾ ഈ പേന പറഞ്ഞു, ഈ പേനയ്ക്ക് നമ്മൾ പറയണം 1 അല്ലെങ്കിൽ 2 എന്നൊരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ പറയണം. ഈ 1 എന്ന് പറയുന്ന വാല്യൂ മാത്രം നമുക്ക് മതിയോ? പോലല്ല. 1 എന്ന് പറഞ്ഞാൽ എന്തും ആവാം. ഇതിൻ്റെ എന്താണ് ലെങ്ത് ആവാം, അല്ലെങ്കിൽ വെയിറ്റ് മാസ് ആവാം, അല്ലെങ്കിൽ എന്താ ഡെൻസിറ്റി അല്ലെങ്കിൽ ഏരിയ എന്ത് വേണമെങ്കിലും ആവാം. ഈ 1 എന്ന് പറഞ്ഞാൽ 1, 2 ഏതെങ്കിലും ഒരു വാല്യൂ പറയുവാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 1 ഇതിൻ്റെ ലെങ്ത് ആണോ അല്ലെങ്കിൽ മീറ്റർ ആണോ എന്നൊന്നും നമുക്കറിയുന്നില്ല. അപ്പം അങ്ങനെ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റിനെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യണം, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആ മെഷർമെൻറ്റിനെ അതിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് യൂണിറ്റ്സ് എന്ന് പറയും, മനസ്സിലായല്ലോ? അതായത് ഒരു യൂണിറ്റ്, ഒരു മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തും ഉണ്ടായിരിക്കണം? ഒരു യൂണിറ്റും ഉണ്ടായിരിക്കണം, മനസ്സിലല്ലോ? അതായത് ഒരു വാല്യൂ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ യൂണിറ്റാണ്. ആ ഒരു യൂണിറ്റും കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ആ മെഷർമെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആകത്തുള്ളൂ, ശരിയല്ല? അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, മനസ്സിലാവുന്നല്ലോ? ഇപ്പോൾ 5 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ ആണെന്ന് പറയാം. 5 മീറ്റർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ലേ? 5 മീറ്റർ, അതായത് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ആ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീളം, ലെങ്താണ് 5 മീറ്റർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 1 കിലോഗ്രാം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് 1 കിലോഗ്രാം ഭാരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു പർട്ടിക്കുലർ വാല്യൂയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു യൂണിറ്റും ഉണ്ടായിരിക്കണം. അപ്പം യൂണിറ്റിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ യൂണിറ്റും മെഷർമെൻറ്റിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ മനസ്സിലായില്ല യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്താണെന്നുള്ളത്? അപ്പം ഏതൊരു ഫിനോമിനെയും നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മെഷർമെൻറ്റ് ആവശ്യമാണ്, അല്ലേ? മെഷർമെൻറ്റ് ആവശ്യമാണ്. ആ മെഷർമെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ അതിൻ്റെ വാല്യൂവിന് ആ മെഷർമെൻറ്റ് എത്രയാണോ ആ വാല്യൂവിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു യൂണിറ്റും ഉണ്ടായിരിക്കണം. എങ്കിലേ ഉള്ളൂ ആ കറക്റ്റ് മെഷർമെൻറ്റ് എന്നുള്ളൊരു മീനിങ് അവിടെ വരത്തുള്ളൂ. ആ മെഷർമെൻറ്റ് അവിടെ ക്ലിയർ ആവത്തുള്ളൂ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ആ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിത്ത് ബേസിക് യൂണിറ്റ്. അല്ലെങ്കിൽ പറയാം ഇറ്റ്സ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും നമ്മൾ കണ്ടല്ലോ. അപ്പം അതിൻ്റെ എല്ലാത്തിനും ഓരോന്നിനും യൂണിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത്, മാസ്, ടൈമാണ്. അതിന് പർട്ടിക്കുലർ യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ ബേസിക് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്, അതിനും യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കംപ്ലീറ്റ് സെറ്റിന് നമ്മൾ പറയുന്നതാണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ദ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ നോൺ ആസ് ദ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈമാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ മീറ്റർ ആകാം, അല്ലെങ്കിൽ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആകാം, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആകാം, മില്ലിമീറ്റർ, അങ്ങനെ ഏതെങ്കിലും ആവാം. അതുപോലെ തന്നെ മാസിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ കിലോഗ്രാം, ഗ്രാം, അങ്ങനെയൊക്കെ ആവാം. ക്ലിയർ ആയല്ലോ? അപ്പം അതിൻ്റെ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ നമ്മൾ പറയുന്നതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിന് നമ്മൾ പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണുള്ളത്. ആദ്യത്തെന്ന് പറഞ്ഞാൽ CGS സിസ്റ്റം എന്ന് പറയും. CGS സിസ്റ്റം, ദെൻ FPS സിസ്റ്റം, ദെൻ MKS സിസ്റ്റം ആൻഡ് SI സിസ്റ്റം. മനസ്സിലായല്ലോ? പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണുള്ളത്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് SI സിസ്റ്റം. അപ്പം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു ലെങ്ത്, മാസ്, ടൈമാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള യൂണിറ്റ്സിലാണ്. അപ്പം ഇത് ഓരോന്നും എന്താ നമ്മൾ നോക്കാം. ഇപ്പം ലെങ്ത്, മാസ്, ടൈമാണ് നമ്മൾ പറഞ്ഞു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതാണ്? ലെങ്ത്, മാസ്, ടൈം. ലെങ്ത്, മാസ്, ടൈമാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു.
അപ്പം ഈ CGS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ എഴുതുന്നത് CGS സിസ്റ്റത്തിലാണ് നമ്മൾ മെഷർ ചെയ്ത് വാല്യൂസ് എഴുതുന്നതെങ്കിൽ എന്താണ് ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാം ആയിരിക്കും. അതുപോലെ തന്നെ ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് സെക്കൻഡും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് CGS സിസ്റ്റം. നമ്മളൊരു ലെങ്തിൻ്റെ വാല്യൂ CGS സിസ്റ്റത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെൻറ്റിമീറ്ററിലായിരിക്കും നമ്മളവിടെ എഴുതുന്നത്. അതുപോലെ തന്നെ മാസ് ഗ്രാമിലായിരിക്കും എഴുതുന്നത്, ടൈം സെക്കൻഡിലുമായിരിക്കും. അതാണ് CGS സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത സിസ്റ്റം ദാറ്റ് ഈസ് FPS സിസ്റ്റം. FPS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫുട്ടിലായിരിക്കും. ഫുട്ട് അതുപോലെ തന്നെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൗണ്ടിലായിരിക്കും മാസ് എടുക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡിലായിരിക്കും. ക്ലിയർ ആയാലും ഇതൊരു ബ്രിട്ടീഷ് ഒരു സിസ്റ്റമാണ്, ബ്രിട്ടനിലെ ഒരു സിസ്റ്റമാണ് FPS സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് MKS സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് എടുക്കുന്നത് മീറ്ററിലും അതുപോലെ തന്നെ മാസ് എടുക്കുന്നത് കിലോഗ്രാമിലും ദെൻ ടൈം സെക്കൻഡിലുമാണ്. അതാണ് MKS സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ MKS സിസ്റ്റമാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫോളോ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? MKS സിസ്റ്റം അതായത് ലെങ്ത് മീറ്ററിൽ ദെൻ മാസ് കിലോഗ്രാമിൽ ടൈം സെക്കൻഡിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് 3 സിസ്റ്റം. ഇനി നാലാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് SI സിസ്റ്റം എന്ന് പറയും. SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റത്തിനെ പറയുന്നതാണ് SI സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഓരോ സ്ഥലത്തും അതായത് ഓരോ രീതിയിൽ ഇപ്പം ലെങ്ത് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ എടുക്കാം, ഫുട്ടിലെടുക്കാം, അപ്പോൾ അല്ലെങ്കിൽ മീറ്ററിലൊക്കെ എടുക്കാം. പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലായിടത്തും അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചിലടത്ത് അത് അക്സെപ്റ്റബിൾ ആയിരിക്കുമല്ലോ. അപ്പം എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ദാറ്റ് ഈസ് SI സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റുകളായിരിക്കും ഇൻ്റർനാഷണൽ. ആ യൂണിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റാണ് SI സിസ്റ്റം. ദെൻ നെക്സ്റ്റ് ഈസ് SA സിസ്റ്റം. SA സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് എന്നാണ്. അതായത് ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഈ SA സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഓരോ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നുള്ളത്. മനസ്സിലാകുന്നുള്ളൂ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇപ്പം FPS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ വാല്യൂസ് നമുക്ക് ഫുട്ടിലേക്ക് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് CGS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ലെങ്തിൻ്റെ യൂണിറ്റ് നമ്മൾ സെൻറ്റിമീറ്ററിലേക്കൊക്കെ മാറ്റേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് SA സിസ്റ്റം. അപ്പോൾ ഓർത്തിരിക്കുക, പ്രധാനമായിട്ടും 4 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് CGS, FPS, MKS ആൻഡ് SI സിസ്റ്റം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു SA സിസ്റ്റമാണ് ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാൽക്കുലേഷൻസിലും ഒക്കെ ചെയ്യുമ്പോൾ ഒബ്സർവേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ SA സിസ്റ്റത്തിലുള്ള യൂണിറ്റ്സുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രോബ്ലംസ് ഒക്കെ ചെയ്തിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ തന്നെ പല 10th വീഡിയോസിലോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് SA സിസ്റ്റം അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ SA സിസ്റ്റമാണ് ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം. ആ SA സിസ്റ്റത്തിലുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് SA സിസ്റ്റത്തിലുള്ളത്. അതായത് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. മനസ്സിലാകുന്നില്ലേ? പ്രധാനമായിട്ടും ഉള്ളത് ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുമാണ് SI സിസ്റ്റത്തിലുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ക്വാണ്ടിറ്റീസ് ഇതൊക്കെയാണ്: ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു SA സിസ്റ്റത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതിൻ്റെ സിമ്പിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീറ്ററിലാണ്. SA സിസ്റ്റത്തിൽ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീറ്ററിലാണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ M ആണ്. സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് നമ്മൾ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ മാസ് ആണെന്നുണ്ടെങ്കിൽ SA സിസ്റ്റത്തിൽ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കിലോഗ്രാം എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ടൈം നമുക്കറിയാം സെക്കൻഡ്, അവർ, മിനിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ SA സിസ്റ്റത്തിൽ ഏതാണ്? ദാറ്റ് സെക്കൻഡാണ്. SA സിസ്റ്റത്തിൽ സെക്കൻഡാണ് നമ്മൾ S വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇലക്ട്രിക് കറണ്ട് നമ്മൾ നേരത്തെ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ നമുക്കറിയാം, ഏതാണ്? ആംബിയർ അല്ലേ? ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്.
ആംബിയർ മാത്രമല്ല കൂളം പെർ സെക്കൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നേരം 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു കൂളം പെർ സെക്കൻഡ് ആണ്, പക്ഷേ SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആംബിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംബിയർ. അപ്പോൾ അന്നേരം പറഞ്ഞ് കൂളം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എഴുതിയാലും ശരി തന്നെയാണ്, പക്ഷേ ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആംബിയർ ആണ്. ക്യാപിറ്റൽ A വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ടെമ്പറേച്ചറിന് പറയുന്നത് കെൽവിനിലാണ് ടെമ്പറേച്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ ക്യാപിറ്റൽ K വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കെൽവിൻ ക്യാപിറ്റൽ K. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് മോളിലാണ്, MOLE ആണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് MOL വെച്ചിട്ടാണ് നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചിട്ട് ഒരു ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അതായത് മോണോക്രോമാറ്റിക് റേഡിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈറ്റുമായിട്ട് മോണോക്രോമാറ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരുന്നത് ക്യാൻഡില എന്ന് പറയും. ക്യാൻഡില എന്ന് പറയും. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് CD വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകളുണ്ട്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മനസ്സിലായല്ലോ. ലെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മീറ്റർ ആണ്, സ്മോൾ m ആണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം ആണ്, kg എന്ന് പറയും. ദെൻ ടൈം സെക്കൻഡ് ആണ്, S വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ ആംബിയർ ആണ്, ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് ആംബിയർ ആണ്, ക്യാപിറ്റൽ A വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരുന്നത് കെൽവിൻ ആണ്, ക്യാപിറ്റൽ K വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് MOLE മോൾ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നത് MOL ആണ്. ദെൻ ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡില എന്ന് പറയും, CD. ക്ലിയർ ആയല്ലോ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ടേബിളൊക്കെ തന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഇൻ SI സിസ്റ്റം. ഇനി നമ്മൾ പറഞ്ഞു 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സുകളും ഉണ്ട്. മനസ്സിലായോ? 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളും ഉണ്ട്. അതായത് ഒന്ന് പ്ലെയിൻ ആംഗിളിലും ഒന്ന് സോളിഡ് ആംഗിളിലും. പ്ലെയിൻ ആംഗിളിന് വേണ്ടിയും അതുപോലെ തന്നെ സോളിഡ് ആംഗിളിന് വേണ്ടിയുള്ള 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സുകളും കൂടെ ഉണ്ട്. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഒരു ആംഗിൾ, ആ പ്ലെയിൻ ആംഗിളിൻ്റെ നമുക്ക് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് പ്ലെയിൻ ആംഗിൾ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ പ്ലെയിൻ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആംഗിൾ D⁻ എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ D⁻ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ആംഗിളിൻ്റെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആർക്ക് ലെങ്ത് ടു ദ റേഡിയസ്. മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. ആംഗിൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആർക്ക് ലെന്തിനെ അതുപോലെ തന്നെ റേഡിയസിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആ ആംഗിൾ കിട്ടുന്നതാണ്. അപ്പം അവിടുത്തെ ആർക്ക് ലെന്ത് സപ്പോസ് ഒരു DS എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്ക് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ ദെൻ അവിടുത്തെ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ദി ആർക്ക് ലെങ്ത് ടു ദ റേഡിയസ് DS/dr നമുക്ക് എഴുതാം. അപ്പം ആ ആംഗിളിനെ നമ്മൾ സാധാരണയായിട്ട് ഡിഗ്രി അങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. പക്ഷേ SI യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് റേഡിയൻ ആണ്. റേഡിയൻ ആണ്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് RAD എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റേഡിയൻ പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് റേഡിയൻ ആണ്. അത് RAD എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സോളിഡ് ആംഗിൾ ആവുകയാണെങ്കിൽ, സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫുള്ളായിട്ടൊരു സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കട്ട് ചെയ്തെടുക്കുന്ന ആ പോർഷൻ്റെ ആംഗിൾ, ആ ആംഗിളിനാണ് നമ്മൾ പറയുന്നത് സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും ഇതേ രീതിയിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ആ ആർക്ക് ലെന്ത് ആ സർഫസ് ഉണ്ടല്ലോ, ആ സർഫസിൻ്റെ ആർക്ക് ലെന്ത് അല്ലെങ്കിൽ ആ ടോട്ടൽ സർഫസ് ഏരിയ ഡിവൈഡ് ബൈ അവിടുത്തെ റേഡിയസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ സോളിഡ് ആംഗിളും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ആ സോളിഡ് ആംഗിളിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റിറേഡിയൻ എന്ന് പറയും. സ്റ്റിറേഡിയൻ എന്ന് പറയും യൂണിറ്റ്. അത് SR വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. SR സ്റ്റിറേഡിയൻ. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റിറേഡിയൻ ആണ്. അത് SR വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് 2 സപ്ലിമെൻ്ററി യൂണിറ്റ്. അപ്പം SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതുപോലെ തന്നെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും ഉണ്ട്. സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്ന് പ്ലെയിൻ ആംഗിളിനെയും ഒന്ന് സോളിഡ് ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലെയിൻ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ റേഡിയൻ ആണ്, RAD വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. സോളിഡ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിറേഡിയൻ എന്ന് പറയും, അത് SR വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ മാക്സിമം കാണുന്നതിനെല്ലാം ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം ഇനി വരും വീഡിയോസുകൾ നമുക്ക് മികച്ചതാക്കാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക്